ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക്. ഇന്ന് ഞാനൊരു റെസിപ്പി വീഡിയോ അല്ല കേട്ടോ, ഒരു ടിപ്പ് വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. റെസിപ്പി വീഡിയോ അല്ലാന്ന് കംപ്ലീറ്റ് ആയിട്ട് പറയാനും പറ്റില്ല, ചെറിയ രീതിയിലൊരു റെസിപ്പി വീഡിയോ തന്നെയാണ്. അപ്പോൾ എൻ്റെ കയ്യിൽ കുറച്ച് നിലക്കടലൊക്കെ നിങ്ങൾ കാണുന്നുണ്ടാവില്ലേ. അപ്പോൾ എൻ്റെ കയ്യിലൊരു കൺവെൻഷൻ ഓവനാണുള്ളത്. അപ്പോൾ ആ കൺവെൻഷൻ ഓവനിൽ ആണ് ഞാൻ ഈ ഒരു ടിപ്പ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ അറിയുന്നവരും ഉണ്ടാവും, അറിയാത്തവരും ഉണ്ടാവും. അപ്പോൾ അറിയുന്നവരൊക്കെ ഒന്ന് ക്ഷമിച്ചേക്കുക, അറിയാത്തവരൊക്കെ കണ്ടിട്ട് ലൈക്ക് ചെയ്യാനും, ഇഷ്ടപ്പെട്ടാൽ കേട്ടോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് നോക്കാം. അപ്പോൾ എൻ്റെ കയ്യിൽ വറുക്കാത്ത നിലക്കടലയാണുള്ളത്. അപ്പോൾ ഈ ഒരു നിലക്കടല നമുക്ക് എങ്ങനെ ഓവളിൽ വറുത്തെടുക്കാൻ നോക്കാം. ഓവളിൽ ഈസി ആയിട്ട് വറുത്തെടുക്കാം. നമ്മൾ സാധാരണ മണലിലൊക്കെ അല്ലേ ഇത് വറുത്തെടുക്കാം. മണലില്ലാത്തതുകൊണ്ട് വറുത്തെടുക്കാൻ കഴിയാത്ത അവസ്ഥയൊക്കെ ഉണ്ടാവാറുണ്ട്, മണൽ കിട്ടാത്തതുകൊണ്ട്. അപ്പോൾ ഇത് ഓവളിലവർക്ക് ഈസി ആയിട്ട് തന്നെ ഇത് വറുത്തെടുക്കാൻ പറ്റും. അപ്പോൾ ഇതെങ്ങനെയാണ് ഓവളിൽ വറുത്തെടുക്കുന്നതെന്ന ഒരു ടിപ്പുമായിട്ടാണ് ഇന്ന് നമ്മുടെ വീഡിയോ. അപ്പോൾ ഇതെങ്ങനെയാണ് നോക്കാം, നമുക്ക് ഈസി ആയിട്ട് നമുക്ക് വറുത്തെടുക്കാൻ നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ആദ്യം തന്നെ ഓവൻ്റെ സ്വിച്ച് ഓൺ ചെയ്തിട്ട് അതിൽ മൈക്രോ എന്ന ഓപ്ഷൻ ഉണ്ടാവില്ലേ, കൺവെൻഷൻ ഓവൻ്റെ കാര്യം കേട്ടോ ഞാൻ പറയുന്നത്. അതിൻ്റെ കാര്യം എനിക്കറിയുള്ളൂ, OTG ഒന്നും എനിക്കറിയില്ല, അതിൻ്റെ കയ്യിലില്ലാത്തതുകൊണ്ട്. അപ്പോൾ കൺവെൻഷൻ ഓവനിൽ മൈക്രോ എന്ന ഓപ്ഷനില്ല, നമ്മൾ സാധാരണ ഭക്ഷണമൊക്കെ ചൂടാക്കുന്ന ഓപ്ഷൻ കേട്ടോ. ഭക്ഷണമൊക്കെ ഫ്രിഡ്ജിൽ നിന്ന് എടുത്തിട്ടൊക്കെ ചൂടാക്കുന്ന ഇതില്ലേ, അതിൽ നമുക്കൊരു 1 മിനിറ്റ് വെച്ച് കൊടുക്കാം. 1 മിനിറ്റ് അതിലൊന്ന് ചൂടാക്കിയെടുക്കണം, എന്നിട്ട് സ്റ്റാർട്ട് വെക്കുക. അങ്ങനെ 1 മിനിറ്റ് കഴിഞ്ഞിട്ട് ഇത് ഓഫ് ആവില്ലേ, അപ്പം പുറത്തെടുത്തിട്ട് ഒരു കാര്യം കൂടെ ചെയ്യണം. അപ്പോൾ 1 മിനിറ്റ് ആവുന്നവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ ഇത് 1 മിനിറ്റ് കഴിഞ്ഞിട്ട് ഓഫായിട്ടുണ്ട്. ഇനി നമുക്കിത് പുറത്തെടുത്തിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. ഓവൻ പ്രൂഫ് ആയിട്ടുള്ള പാത്രത്തിൽ തന്നെ വെക്കണം കേട്ടോ, അതിപ്പോൾ എല്ലാവർക്കും അറിയില്ല, അതാട്ടെ ഞാൻ പ്രത്യേകിച്ച് പറയാത്തത്. അപ്പോൾ ജസ്റ്റ് ഒന്ന് ഇതുപോലെ അങ്ങ് ഇളക്കി കൊടുക്കുക. ഇപ്പോൾ ഇത് കറക്റ്റായിട്ട് റോസ്റ്റായി വരില്ല കേട്ടോ. അപ്പോൾ ഇനി നമുക്കിതൊരു 1.5 മിനിറ്റ് കൂടി വെച്ച് കൊടുക്കാം. അങ്ങനെ വെച്ചതിന് ശേഷം സെയിം ഓപ്ഷനിൽ തന്നെ, മൈക്രോ എന്ന ഓപ്ഷനിൽ തന്നെ ഒരു 1.5 മിനിറ്റ് കൂടി വെച്ച് കൊടുക്കാം. എന്നിട്ട് വീണ്ടും സ്റ്റാർട്ട് ചെയ്യുക. അപ്പോൾ ഞാൻ പറയാം, ചില ഓവൻ്റെ ടെമ്പറേച്ചറിനനുസരിച്ച് മാറ്റം വരും കേട്ടോ. ചില ഓവനിൽ ടോട്ടൽ 2 മിനിറ്റ് മതിയാവും. അപ്പോൾ എൻ്റെ അതിൽ ഒരു 2.5 മിനിറ്റ് വേണം, അതുകൊണ്ടാണ് ഞാൻ വീണ്ടും 1.5 മിനിറ്റ് വെച്ച്. ചിലതിൽ രണ്ടാമത്തെ സ്റ്റെപ്പ് 1 മിനിറ്റ് തന്നെ മതിയാവും കേട്ടോ. അങ്ങനെ ഇത് 2 മിനിറ്റ് 2 മിനിറ്റല്ല 1.5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാനിത് പുറത്ത്, നല്ല ചൂടാണ്, അപ്പോൾ സൂക്ഷിച്ച് പുറത്തേക്ക് എടുക്കാം. ഇപ്പോൾ ഇത് കറക്റ്റായിട്ട് റോസ്റ്റായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് ചൂടോട് കൂടെ നമ്മൾ പെട്ടെന്ന് കഴിക്കുമ്പോൾ ചെറിയൊരു സോഫ്റ്റ്നെസ് ഉണ്ടാവും. കുറച്ചൊക്കെ ചൂടാറിയതിന് ശേഷം കഴിക്കുമ്പോഴേ ശരിക്ക് ചെറിയ ചൂട് വേണം, അതുപോലെ തന്നെ കുറച്ച് ചൂടാറുകയും വേണം. ആ ഒരു രീതിയിലാവുമ്പോൾ നല്ലൊരു ക്രിസ്പിനെസ്, നല്ലൊരു കറുമുറ നിലക്കടല വറുത്ത പോലെ നമുക്ക് കിട്ടുള്ളൂ. ആ ചൂടോട് കൂടെ തന്നെ ആകുമ്പോൾ ചെറിയൊരു സോഫ്റ്റ്നെസ് ഉണ്ടാവും കേട്ടോ, അത് ശ്രദ്ധിക്കുക. കുറച്ചൊന്ന് ചൂടാറിയിട്ട് നമുക്കിത് കഴിക്കാം. നല്ല അടിപൊളിയായിട്ട് റോസ്റ്റായിട്ട് വന്നിട്ടുണ്ട്. നമ്മൾ മണലിലൊക്കെ റോസ്റ്റ് ചെയ്തിട്ട് നിൽക്കുന്ന അതേപോലെ തന്നെ ഓവളിലും ഈസി ആയിട്ട് നമുക്ക് റോസ്റ്റ് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഈ ഒരു ടിപ്പ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഓവൺ ഉള്ളവരൊക്കെ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് എൻ്റെ കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ ഇൻഷാ അല്ലാഹ് അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് അടുത്തൊരു ദിവസം നമുക്ക് കാണാം. അതുവരെയ്ക്കും ബൈ, താങ്ക് യു.